സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കാൻ നീക്കങ്ങൾ സജീവമാക്കി രമേശ് ചെന്നിത്തല. സാമുദായിക സംഘടനകളെയടക്കം ചേർത്ത് നിർത്തി സ്വീകാര്യത വർദ്ധിപ്പിക്കാനാണ് ശ്രമം. ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വി.ഡി. വിരുദ്ധരും രംഗത്തുണ്ട്. പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമായിരിക്കുകയാണ്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലുമുള്ള മത്സരരംഗത്ത് സാമുദായിക നേതാക്കളെ ഒപ്പം നിർത്തി ഒരു മുഴം നീട്ടിയെറിയുകയാണ് രമേശ് ചെന്നിത്തല. സാമുദായിക ശക്തികളെ അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആകില്ലെന്ന ഉറപ്പ് ചെന്നിത്തലയ്ക്കുണ്ട്. എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധമാണുള്ളത്. ആരെ വിളിക്കണമെന്ന് ഇപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നത്, അത് അവരാണ് തീരുമാനിക്കുന്നത്. ഏതായാലും എന്നെ NSSൻ്റെ പരിപാടിയിൽ വിളിച്ചു, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് മന്ദൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും അത് അഭിമാനകരമായൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് മുൻപും കോൺഗ്രസിലെ മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനങ്ങളിൽ സാമുദായിക സംഘടനകൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അണികളിലും അത്തരം ചർച്ചകൾ സജീവമാകും. വി.ഡി. സതീശനും അനുകൂലികളായ യുവനേതാക്കളും പാർട്ടിയിൽ പിടിമുറുക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ മുതിർന്ന നേതാക്കളുടെ അതൃപ്തിയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് ഇന്ധനം പകരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമുള്ളവർക്കും കെ. സുധാകരന്റെയും കെ. മുരളീധരന്റെയും പിന്തുണയും ഇക്കാര്യത്തിലുണ്ട്. വിശാലായ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ച കൂടുതൽ നേതാക്കളെ തന്റെ ഒപ്പം നിർത്താനും ചെന്നിത്തല നീക്കങ്ങൾ നടത്തുന്നു. ജനം, തിരുവനന്തപുരം.